ഫ്രണ്ട്സ്, നല്ല കൊതിയൂറുന്ന കടുമാങ്ങ അച്ചാറിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ രീതിയിൽ ഈ അച്ചാറുണ്ടെങ്കിൽ നമ്മുടെ ചൂട് കഞ്ഞിക്ക് പപ്പടം കൂടെ ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട. ഞാൻ നല്ല കിളിച്ചുണ്ട മാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെള്ളത്തിലിട്ടിരിക്കുകയാണ്, അതിൻ്റെ പുളിയൊന്ന് പോകാൻ. അതിനുശേഷം നമുക്കിതിനെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് വെള്ളം വാലാൻ വെക്കാം. വെള്ളം വാൽ വന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ആവശ്യമായ 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ കടുക്, പച്ചക്കടുക് അത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഏകദേശം ഒരു 2-3 മണിക്കൂറേക്ക് നമുക്ക് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ആ സമയത്തേക്ക് മാങ്ങയിൽ വെള്ളമെല്ലാം മൂറി ഇതൊന്ന് സെറ്റായി വരും. ഇനി നമുക്ക് പാത്രം ചൂടായി കഴിയുമ്പം അതിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് പകുതി മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വറ്റൽമുളക്, എരിവ് അധികം ആവശ്യമില്ലാത്തവരാണെങ്കിൽ പച്ചമുളക് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇത് വിട്ട് നമ്മളൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാടൊന്നും മൂത്ത് പോകരുത്. ഈ ഒരു പരുവമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായ പൊടി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് 4 ടീസ്പൂണോളം മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആണ്, അതുകൊണ്ടാണ് 4 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. അതിട്ട് ഒന്ന് ഒരുപാടൊക്കെ മൂത്ത് പോകരുത്. ഇനി നമുക്ക് മാങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് നമുക്കിതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യാം. ഓൾറെഡി മാങ്ങയ്ക്ക് ഉപ്പ് ആഡ് പുരട്ടി വെച്ചിട്ടുള്ളത് കൊണ്ട് അധികം ഉപ്പ് വിടരുത്. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നമുക്കതൊന്ന് തിളയ്ക്കാൻ വെക്കാം. തിളച്ച് വെച്ച സമയത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങായും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മാങ്ങയിലേക്ക് ഈ സമയത്തേക്ക് വെള്ളമുണ്ടായിരിക്കും. ആ വെള്ളം കൂടെ നമ്മളങ്ങ് അതിൻ്റെ കൂട്ടത്തിലങ്ങ് ചേർത്ത് വെച്ചിടണം. വേറെ എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യം അപ്പോൾ വരത്തില്ല. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഞാനൊരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, നല്ല കാണുമ്പം തന്നെ നല്ല വായിൽ വെള്ളം ഊറുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ. ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത്